നമുക്ക് പുഷപ്സ് മാത്രം ചെയ്തുകൊണ്ട് ചെസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന 10 ഡിഫറൻ്റ് ആയിട്ടുള്ള പുഷപ്പ് വേരിയേഷൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പുഷപ്സ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഭയങ്കര വലിയ ചെസ്റ്റ് ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ചെസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാം. സോ ഫസ്റ്റ് നോർമൽ പുഷപ്സ് ആണ്. ഇത് നമ്മുടെ ഷോൾഡർ ഡിസ്റ്റൻസിൽ കൈ വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് നമ്മുടെ മിഡിൽ ചെസ്റ്റ് ആണ് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു 20 റെപ്പറ്റീഷൻ വെച്ച് 3 സെറ്റ് ഇത് ചെയ്യാം. രണ്ടാമത് വൈഡ് പുഷപ്സ് ആണ്. ഇത് കുറച്ചുകൂടി വൈഡ് ആയിട്ട് കൈ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റിന് നല്ല സ്ട്രെച്ച് കിട്ടും. ഇതും നമ്മുടെ മിഡിൽ ചെസ്റ്റ് ആണ് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു 10 റെപ്പറ്റീഷൻ വെച്ച് 2 സെറ്റ് ഇത് ചെയ്യാം. മൂന്നാമത് ഇൻക്ലൈൻ പുഷപ്സ് ആണ്. ഇത് ചെയ്യാൻ നമുക്കൊരു സ്റ്റൂള് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കട്ടിലിന്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. ഇത് നമ്മുടെ ലോവർ ചെസ്റ്റ് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു 10 റെപ്പറ്റീഷൻ വെച്ച് 3 സെറ്റ് ഇത് ചെയ്യാം. നാലാമത് ഡെഫിസിറ്റ് പുഷപ്സ് ആണ്. ഇത് ചെയ്യാൻ ഈ ഒരു എക്യുപ്മെന്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുക്സ് അടുക്കി വെച്ചിട്ട് ആ ഒരു ഹൈറ്റിൽ ചെയ്യാം. ഇതും നമ്മുടെ ചെസ്റ്റിലെ ഡീപ്പ് ആയിട്ടുള്ള സ്ട്രെച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള പുഷപ്സ് ആണ്. ഇത് നമ്മുടെ മിഡിൽ ചെസ്റ്റും ലോവർ ചെസ്റ്റും ആക്ടിവേറ്റ് ചെയ്യും. ഒരു 10 റെപ്പറ്റീഷൻ വെച്ച് 3 സെറ്റ് ഇത് ചെയ്യാം. അഞ്ചാമത് ഡിക്ലൈൻ പുഷപ്സ് ആണ്. ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ നിങ്ങളുടെ കട്ടിലിന്റെ എഡ്ജിൽ ഇങ്ങനെ കാല് പൊക്കി വെക്കുക, എന്നിട്ട് പുഷപ്സ് ചെയ്യുക. നമ്മുടെ അപ്പർ ചെസ്റ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള പുഷപ്സ് ആണിത്. ഇതും ഒരു 10 റെപ്പറ്റീഷൻ വെച്ച് 3 സെറ്റ് ചെയ്യാം. ആറാമത് ഡയമണ്ട് പുഷപ്സ് ആണ്. ഇത് ചെയ്യേണ്ടത് നമ്മുടെ കൈ രണ്ടും ഇതുപോലെ അടുപ്പിച്ച് വെച്ചിട്ട് പുഷപ്സ് ചെയ്യണം. ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്നർ ചെസ്റ്റ് ആണ്, അതായത് നമ്മുടെ ചെസ്റ്റിന്റെ അകത്തേക്കുള്ള ഭാഗം. ഇതൊരു 12 റെപ്പറ്റീഷൻ വെച്ച് 3 സെറ്റ് ചെയ്യാം. ഇനി ചെസ്റ്റിന്റെ കൂടെ നമ്മുടെ സ്ട്രെങ്ത്തും കൂടി കൂട്ടാനുള്ള പുഷപ്സ് ആണ്. അതിലാദ്യത്തേത് സ്റ്റാഗേർഡ് പുഷപ്സ് ആണ്. ഇത് ചെയ്യേണ്ടത് ഒരു കൈ ഫ്രണ്ടിലും ഒരു കൈ ബാക്കിലും ഇതുപോലെ വെച്ചിട്ട് പുഷപ്സ് ചെയ്യുക. ഓരോ റെപ്പ് കഴിയുമ്പോഴും ഇതുപോലെ സൈഡ് ചേഞ്ച് ചെയ്യണം. ഇത് 2 സൈഡിലും 5 റെപ്പറ്റീഷൻ വെച്ച് 3 സെറ്റ് ചെയ്യാം. രണ്ടാമത്തേത് പവർ പുഷപ്സ് ആണ്. ഇത് ഓരോ റെപ്പറ്റീഷനിലും ഇതുപോലെ കൈ രണ്ടും ഫ്ലോറിന്ന് പൊക്കി ചെയ്യണം. ഇത് നമ്മുടെ കൈയുടെ സ്ട്രെങ്ത് കൂട്ടാനും പിന്നെ പുഷപ്സിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും സഹായിക്കും. ഇതൊരു 10 റെപ്പറ്റീഷൻ വെച്ച് 2 സെറ്റ് ചെയ്യാം. മൂന്നാമത്തേത് സ്വിച്ച് പുഷപ്സ്. ഇത് പവർ പുഷപ്സ് പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒരു റെപ്പറ്റീഷനിലെ കൈ അടുപ്പിച്ചും അടുത്ത റെപ്പറ്റീഷനിലെ കൈ വൈഡായിട്ടും വെച്ച് ഇതുപോലെ ചെയ്യണം. ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ കൈയുടെ സ്ട്രെങ്ത് കൂട്ടാനും ചെസ്റ്റ് ബിൽഡ് ചെയ്യാനും സഹായിക്കും. ഒരു 10 റെപ്പറ്റീഷൻ വെച്ച് 2 സെറ്റ് ഇത് ചെയ്യാം. അവസാനത്തേത് സ്പൈഡർ പുഷപ്സ് ആണ്. ഇത് നമ്മൾ പുഷപ്സ് ചെയ്യുമ്പോൾ ഒരു കാല് നമ്മുടെ എൽബോയുടെ അടുത്തേക്ക് കൊണ്ടുവരണം. ആദ്യം വലത് കാലാണ് കൊണ്ടുവരുന്നതെങ്കിൽ അടുത്ത റെപ്പറ്റീഷനിൽ ഇടത് കാല് കൊണ്ടുവരണം. ഇതും ഒരു 10 റെപ്പറ്റീഷൻ വെച്ച് 2 സെറ്റ് ചെയ്താൽ മതി. ഇതാണ് ഞാൻ ചെയ്ത പുഷപ്സിന്റെ ലിസ്റ്റ്. ഇതിലേതൊക്കെ പുഷപ്സ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്ന റെപ്പറ്റീഷൻ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം കുറച്ച് ചെയ്യണം, പിന്നെ പതുക്കെ പ്രോഗ്രസ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.